ഇക്കുറി ഓണം ആഘോഷിക്കാൻ സർക്കാർ 1000-ഓ 2000-ഓ അല്ല 95,000 രൂപ വരെയാണ് ബെപ്കോ ജീവനക്കാർക്കായി നൽകുന്നത്. ഇതോടെ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തേടിയെത്തുന്നവർക്ക് മാത്രമല്ല ജീവനക്കാർക്കും ഈ ഓണക്കാലം പരമാനന്ദമാണ്. സർക്കാരിന്റെ ബോണസ് പരിധി കടക്കാതിരിക്കാൻ പെർഫോമൻസ് ഇൻസെന്റീവ്, എക്സ്ഗ്രേഷ്യ എന്നിങ്ങനെ വേർതിരിച്ച് ഒരുമിച്ച് നൽകും. കഴിഞ്ഞ തവണ ഇത് 90,000 രൂപയായിരുന്നു. മദ്യത്തിലൂടെ നികുതി ഇനത്തിൽ 5,000 കോടിയിലേറെ രൂപയാണ് സർക്കാരിന് ലഭിക്കുന്നത്. ഔട്ട്ലെറ്റിലും ഓഫീസിലുമായി 5,000 ജീവനക്കാരാണ് ബെപ്കോയിലുള്ളത്. സ്വീപ്പർ തൊഴിലാളികൾക്ക് 5,000 രൂപയാണ് ബോണസ്. എക്സൈസ് മന്ത്രിമാരുടെ ചേംബറിൽ നടന്ന ചർച്ചയിലാണ് ബോണസ് തീരുമാനമായത്. സംസ്ഥാനത്ത് ഓണക്കാലത്ത് തൊഴിലാളികൾക്കായി 67 കോടി രൂപയുടെ ധനസഹായം അനുവദിച്ചതായി തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ബോണസ്, ഓണക്കിറ്റ്, എക്സ്ഗ്രേഷ്യ, ഇൻകം സപ്പോർട്ട് സ്കീം പ്രകാരമാണ് തുക അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പരമ്പരാഗത മേഖലയിലെ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇൻകം സപ്പോർട്ട് സ്കീം പ്രകാരം 45 കോടി രൂപ അനുവദിച്ചു. കയർ, കൈത്തറി, ഖാദി, ബീഡി ആൻഡ് സിഗാർ, മത്സ്യം, ഈറ്റ, പനമ്പ് തുടങ്ങിയ മേഖലകളിലെ 4,47,451 തൊഴിലാളികൾക്കാണ് ഓണക്കാലത്ത് ആനുകൂല്യങ്ങൾ ലഭിക്കുക. സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കയർ സ്ഥാപനങ്ങൾ, തോട്ടങ്ങൾ എന്നിവിടങ്ങളിലെ തൊഴിലാളികൾക്ക് 2,14,64,000 രൂപ എക്സ്ഗ്രേഷ്യ ധനസഹായം അനുവദിച്ചു. 10,732 തൊഴിലാളികൾക്ക് ഈ ഓണക്കാലത്ത് 2,000 രൂപ വീതം എക്സ്ഗ്രേഷ്യ ധനസഹായം ലഭിക്കും. ഒരു വർഷമോ അതിലധികമോ ആയി പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് 3,20,73,450 രൂപ എക്സ്ഗ്രേഷ്യ ധനസഹായമായി അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന 398 കശുവണ്ടി ഫാക്ടറികളിലെ 14,647 തൊഴിലാളികൾക്ക് 2,250 രൂപ നിരക്കിൽ ഓണക്കാലത്ത് ധനസഹായം ലഭ്യമാകും. കേരള കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡിന് അവശതാ പെൻഷൻ വിതരണത്തിനായി 2 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാനത്തെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ റേഷൻ കാർഡ് ഉടമകളായ 1,833 കുടുംബങ്ങൾക്ക് ഈ ഓണക്കാലത്ത് 20 കിലോഗ്രാം അരി, 1 കിലോഗ്രാം പഞ്ചസാര, 1 കിലോഗ്രാം വെളിച്ചെണ്ണ എന്നിവ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിന് 19,23,953 രൂപ അനുവദിച്ചിട്ടുണ്ട്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് 2,02,425 സാമ്പത്തിക വർഷം അതിൽ കൂടുതൽ ആനുകൂല്യ കുടിശ്ശിക വിതരണത്തിനായി 10 കോടി രൂപ അനുവദിച്ചു. കേരള മരം കയറ്റ തൊഴിലാളി ക്ഷേമ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യ വിതരണത്തിന് വേണ്ടി 50 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് ധനസഹായത്തിന് അപേക്ഷിച്ച 74 അപേക്ഷകൾക്ക് ഈ തുക വിതരണം ചെയ്യും. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായുള്ള സാമൂഹിക സംരക്ഷണ പദ്ധതിക്കായി 4 കോടി രൂപ അനുവദിച്ചു. അസംഘടിത ദിവസവേതന തൊഴിലാളികൾക്കുള്ള ആശ്വാസ നിധി പ്രകാരം 10 ലക്ഷം രൂപയും അവശത അനുഭവിക്കുന്ന മരം കയറ്റ തൊഴിലാളികൾക്കുള്ള പെൻഷൻ പദ്ധതി പ്രകാരം 1,75 ലക്ഷം രൂപയും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള പ്രസവാനുകൂല്യങ്ങൾക്കായി 2,15 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. കയർ, കശുവണ്ടി, ടെക്സ്റ്റൈൽ തുടങ്ങിയ മേഖലകളിലെ വ്യവസായ ബന്ധ സമിതികൾ യോഗം ചേർന്ന് ആ മേഖലകളിലെ തൊഴിലാളികളുടെ ബോണസും മറ്റ് ആനുകൂല്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2024-25 വർഷത്തെ ബോണസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട പൊതുവായ മാർഗനിർദ്ദേശം തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം തൊഴിലാളികൾക്ക് അനുവദിച്ച തുകയിൽ കുറവ് വരുത്താത്ത വിധം ബോണസ് അനുവദിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുമുണ്ട്.